മോഡലിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ഫേം 3 ടൈപ്സ് ഓഫ് ക്ലോത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലോത്ത് എ, ബി ആൻഡ് സി. ഇനി ഈ 3 ക്ലോത്തിലേക്കും 3 കൈൻഡ്സ് ഓഫ് വൂളാണ് ആവശ്യമായിട്ടുള്ളത്. റെഡ് വൂൾ, ഗ്രീൻ വൂൾ ആൻഡ് ബ്ലൂ വൂൾ. ഇനി ക്ലോത്ത് എയുടെ 1 യൂണിറ്റ് ലെങ്ത്ത് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റെഡ് വൂളിൻ്റെ 2 യാർഡ്സും ആവശ്യമാണ്, ബ്ലൂ വൂളിൻ്റെ 3 യാർഡ്സും ആവശ്യമാണ്. ദെൻ അതുപോലെ ക്ലോത്ത് ബിയുടെ 1 യൂണിറ്റ് ലെങ്ത്ത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റെഡ് വൂളിൻ്റെ 3 യാർഡ്സും ആവശ്യമാണ്. അതുപോലെ തന്നെ ഗ്രീൻ വൂളിൻ്റെ 2 യാർഡ്സ് വേണം, ബ്ലൂ വൂളിൻ്റെ 2 യാർഡ്സും അവിടെ വേണം. ദെൻ ഇനി പറയുന്നത് ക്ലോത്ത് സിയുടെ ഡീറ്റെയിൽസ് ആണ്. ക്ലോത്ത് സിയുടെ 1 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗ്രീൻ വൂളിൻ്റെ 5 യൂണിറ്റ് വേണം, ബ്ലൂ വൂളിൻ്റെ 4 യൂണിറ്റുമാണ് ആവശ്യമായിട്ടുള്ളത്. ഇനി ഇവിടെ ഈ വൂൾസുമായിട്ട് റിലേറ്റഡായി വരുന്ന കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് ഈ ഫേമിന് റെഡ് വൂളിൻ്റെ 8 യൂണിറ്റാണ് സ്റ്റോക്ക് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഗ്രീൻ 10 യൂണിറ്റ്സ് മാത്രമേ ഉള്ളൂ, ബ്ലൂ എന്ന് പറയുന്നത് 15 യൂണിറ്റ്സ് മാത്രമാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ 3 ക്ലോത്തിൻ്റെയും ഇൻകമാണ്. ദാറ്റ് മീൻസ് അവിടെ പ്രോഫിറ്റാണ് തന്നിരിക്കുന്നത്. അതിൻ്റെ 1 യൂണിറ്റിന്, ക്ലോത്ത് എയുടെ 1 യൂണിറ്റിന് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് ₹3 ആണ്. ക്ലോത്ത് ബിയുടെ 1 യൂണിറ്റിന് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് ₹5, ക്ലോത്ത് സിയുടെ ₹4. സോ ഈ ഡീറ്റെയിൽസ് വെച്ചുകൊണ്ടാണ് നമുക്ക് ഈ പ്രോബ്ലം ഇതിൻ്റെ സൊല്യൂഷനാണ് നമുക്ക് കണ്ടെത്തുന്നത്. സോ ആദ്യമേ നമ്മളൊരു LP മോഡലിന് വേണ്ടത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനാണ്. സോ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഫോർമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പായിട്ട് വരുന്നത്. സോ ഇവിടെ ആദ്യമേ നോക്കുക, നമുക്കിവിടെ പ്രോഫിറ്റാണ് തന്നിരിക്കുന്നത്. സോ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് മാക്സിമൈസ് ദ ടോട്ടൽ ഇൻകം അല്ലെങ്കിൽ മാക്സിമൈസ് ദ പ്രോഫിറ്റ് എന്നുള്ളതാണ്. ഇനി ഇവിടെ ABC എന്ന് പറയുന്ന ആ 3 ക്ലോത്തിൻ്റെയും പ്രോഫിറ്റ് പെർ യൂണിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ₹3, ₹5 ആൻഡ് ₹4. ഇനി നമ്മളിവിടെ നോക്കേണ്ടത് സെയിൽസ് ക്വാണ്ടിറ്റിയാണ്. അതായത് ഈ പറയുന്ന ഓരോ ക്ലോത്തും എത്ര ക്വാണ്ടിറ്റിയാണോ സെയിൽ ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തുകൊണ്ട് പ്രോഫിറ്റിൽ ചേഞ്ച് വരും. അപ്പോൾ നമ്മൾക്കിവിടെ സെയിൽസിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണെന്ന് അറിയില്ല. സോ നമ്മളത് X1, X2 ആൻഡ് X3 എന്ന് പറഞ്ഞിട്ട് നമ്മളത് അസ്യൂം ചെയ്തു. ദെൻ ആ ഒരു കൺസെപ്റ്റ് വെച്ച് നോക്കുന്ന സമയത്ത് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് എങ്ങനെയാവും? 3x1, അതായത് എയിൻ്റെ 1 യൂണിറ്റിനാണ് 3 എന്ന് പറയുന്ന എമൗണ്ട് വരുന്നത്, പ്രോഫിറ്റ് വരുന്നത്. സോ X1 എന്ന് പറയുന്ന യൂണിറ്റ് ആവുന്ന സമയത്ത് 3x1 പ്ലസ് 5x2 പ്ലസ് 4x3. ദെൻ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ നമുക്ക് എങ്ങനെ എഴുതാം? മാക്സിമൈസ് z ഈക്വൽ ടു 3x1 പ്ലസ് 5x2 പ്ലസ് 4x3. അതായത് ഈ 3 ക്ലോത്തിൽ നിന്നും കിട്ടുന്ന ടോട്ടൽ പ്രോഫിറ്റാണ് ആദ്യമേ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ആ പറയുന്ന പ്രോഫിറ്റ് പെർ യൂണിറ്റ് നമുക്ക് അറിയുള്ളൂ. ദെൻ സെയിൽസ് ക്വാണ്ടിറ്റി എത്രയാണെന്നുള്ളത് നമുക്കറിയില്ല. സോ നമ്മളത് X1, X2, X3 എന്ന് പറഞ്ഞിട്ടെടുത്തു. അതുകൊണ്ടാണ് ഇവിടെ 3x1 പ്ലസ് 5x2 പ്ലസ് 4x3 എന്നുള്ള രീതിയിൽ നമ്മളതിനെ എഴുതിയത്. ദെൻ ഇനി നമ്മൾ കൺസ്ട്രെയിൻസ് ആണ് ഫോം ചെയ്യേണ്ടത്. അപ്പോൾ കൺസ്ട്രെയിൻസ് ഫോം ചെയ്യുന്ന സമയത്ത് ആ ഒരു കുറേ സെൻറ്റൻസ് ഒക്കെ ആയിട്ടാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. സോ അതൊന്ന് സിംപ്ലിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ടേബിൾ ഇതുപോലെ വരയ്ക്കുക. ദെൻ അതിൽ മെറ്റീരിയൽസ് റിക്വയർഡ്, അപ്പോൾ ഏതൊക്കെ, അതായത് 3 ടൈപ്പ് ഓഫ് ക്ലോത്ത് ആണ് അവിടെ ഉള്ളത്. ആ 3 ക്ലോത്തിനും എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ 3 കളറിലുള്ള വൂൾസ് ആണ് അവിടെ ആവശ്യമായിട്ടുള്ളത്: റെഡ് വൂൾ, ഗ്രീൻ വൂൾ, ബ്ലൂ വൂൾ. അപ്പോൾ ഈ രീതിയിലുള്ളൊരു ടേബിൾ നമ്മൾ ആദ്യമേ ഡ്രോ ചെയ്യാം. ദെൻ നമ്മൾ പ്രോഡക്റ്റ് എയുടെ കേസ് ആദ്യമേ നോക്കാം. പ്രോഡക്റ്റ് എയ്ക്ക് 2 റെഡ് വൂളും 3 ബ്ലൂ വൂളുമാണ് വേണ്ടത്. ഗ്രീൻ വൂൾ അവിടെ ആവശ്യമില്ല, സോ അവിടെ നില്ല് കൊടുക്കുക. ദെൻ പ്രോഡക്റ്റ് ബി അല്ലെങ്കിൽ ക്ലോത്ത് ബിയുടെ കേസിൽ വരുന്ന സമയത്ത് 3 യൂണിറ്റ് റെഡ്, 2 യൂണിറ്റ് ഗ്രീൻ, 3 യൂണിറ്റ് ബ്ലൂ. ഈ ഒരു രീതിയിലാണ് ബിക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ്. ഇനി ക്ലോത്ത് സിയിലേക്ക് വരുന്ന സമയത്ത് റെഡ് വൂൾ അവിടെ ആവശ്യമില്ല, സോ നില്ല് കൊടുക്കുക. ഗ്രീൻ വൂളിൻ്റെ ഒരു 5 യൂണിറ്റ്സ് അവിടെ ആവശ്യമാണ്, ബ്ലൂ വൂൾ എന്ന് പറയുന്ന 4 യൂണിറ്റ്സ് അവിടെ ആവശ്യമാണ്. ഇനി ഈ 3 മെറ്റീരിയൽസിനോടും റിലേറ്റഡ് ആയി വരുന്ന, അതായത് ആ മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആ അവൈലബിലിറ്റി എന്ന് പറയുന്നത് റെഡ് വൂൾ എന്ന് പറയുന്നത് മാക്സിമം അവിടെ 8 യൂണിറ്റ് മാത്രമേ അവിടെ ഉള്ളൂ. ദെൻ അതുപോലെ തന്നെ ഗ്രീൻ വൂളിൻ്റെ കേസിലും മാക്സിമം അവൈലബിലിറ്റി എന്ന് പറയുന്നത് 10 യാർഡ്സ് ആണ് തന്നിരിക്കുന്നത്. ബ്ലൂ വൂളിൻ്റെ കേസിൽ മാക്സിമം 15 യാർഡ്സ് അവിടെ സ്റ്റോക്കിലുള്ളൂ. ദെൻ ആ ഒരു ഫേമിൽ ആകെ സ്റ്റോക്ക് റെഡ് വൂളിൻ്റെ 8 യാർഡാണുള്ളത്, ഗ്രീൻ വൂളിൻ്റെ 10, ബ്ലൂ വൂളിൻ്റെ 15 യാർഡ്സ് ആണ് അവിടെ സ്റ്റോക്കിലുള്ളത്. സോ നമ്മൾ ഈ ടേബിളിൽ ഈ ഇൻഫർമേഷൻ എല്ലാം എഴുതിയതിന് ശേഷം നമ്മൾ ഈ ഓരോ മെറ്റീരിയൽസിൻ്റെയും ടോട്ടൽ കൺസംഷനാണ് നമ്മളവിടെ നോക്കുക. ഓക്കെ, ആദ്യം ഇപ്പോൾ റെഡ് വൂളിൻ്റെ കേസ് നോക്കുക. റെഡ് വൂളിൻ്റെ കേസിൽ വന്നിട്ട് ക്ലോത്ത് എയ്ക്ക് 2 യൂണിറ്റ്സ് ആണ് വേണ്ടത്. അപ്പോൾ ക്ലോത്ത് എയുടെ നമ്പർ ഓഫ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ X1 അല്ലെങ്കിൽ സെയിൽസ് ക്വാണ്ടിറ്റി X1 യൂണിറ്റ്സ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2x1 പ്ലസ്
പിന്നെ ക്ലോത്ത് ബിയിൽ 3 യൂണിറ്റാണ് വേണ്ടത് റെഡിൻ്റെ, അപ്പോൾ 3x2. പ്രോഡക്റ്റ് ക്ലോത്ത് സിയിലേക്ക് അത് ആവശ്യമില്ല, സോ അത് നമ്മളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇനി മാക്സിമം അവൈലബിലിറ്റി എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ 8 യൂണിറ്റോ ഒന്നെങ്കിൽ 8 അല്ലെങ്കിൽ അതിനേക്കാൾ കുറവ് യൂണിറ്റ് മാത്രമേ നമുക്ക് ഈ പറയുന്ന റെഡ് എന്ന് പറയുന്ന മെറ്റീരിയൽ നമുക്കവിടെ അലോക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മുടെ കൺസ്ട്രെയിൻറ്റ് എന്ന് പറയുന്നത് 2x1 + 3x2 <= 8. ദെൻ നമ്മളിനി ഗ്രീൻ വൂളിൻ്റെ കൺസംഷനാണ് നമ്മളവിടെ നോക്കുന്നത്. ഗ്രീൻ വൂൾ വന്നിട്ട് പ്രോഡക്റ്റ് ബിക്കും, അതായത് ക്ലോത്ത് ബിക്കും ക്ലോത്ത് സിക്കുമാണ് ആവശ്യമായിട്ടുള്ളത്. ക്ലോത്ത് ബിയിലേക്ക് 2 യൂണിറ്റ് വേണം, ക്ലോത്ത് സിയിലേക്ക് 5 യൂണിറ്റാണ് വേണ്ടത്. ഇനി 10 യൂണിറ്റ്സ് മാത്രമേ അവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ. സോ നമ്മുടെ കൺസ്ട്രെയിൻറ്റ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2x2 + 5x3 <= 10. മാക്സിമം അവിടെ 10 വരെ ഉള്ളൂ, അതുകൊണ്ടാണ് <= എന്ന് പറയുന്നത് സിമ്പിൾ അവിടെ വന്നത്. ദെൻ ഇനി ബ്ലൂ വൂളിൻ്റെ കേസിലേക്ക് വരാം. ബ്ലൂ വൂൾ എന്ന് പറയുന്നത് ഈ 3 ക്ലോത്തിലും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ കൺസ്ട്രെയിൻറ്റ് വരുന്നത് 3x1 + 2x2 + 4x3 <= 15. ദെൻ ഇനി നമുക്ക് ഫോം ചെയ്യേണ്ടത് നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻസ് ആണ്. അപ്പോൾ നമ്മുടെ ഡിസിഷൻ വേരിയബിൾ നോക്കാം, x1, x2 ആൻഡ് x3 ആണ്. അത് സെയിൽസ് ക്വാണ്ടിറ്റി ആണ്. സെയിൽസ് ക്വാണ്ടിറ്റി ഒരിക്കലും നെഗറ്റീവ് വാല്യൂസ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ x1 > 0, x2 > 0, x3 > 0. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻസ് വരുന്നത്. അപ്പോൾ ഇത്രയും എഴുതിയതിന് ശേഷം നമ്മൾ ഈ കൺസ്ട്രെയിൻസ്, അതായത് നമ്മൾ ഈ LP മോഡലിലേക്ക് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ എക്സ്പ്രസ് ചെയ്യുകയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യമേ നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ചെയ്താൽ മാക്സിമം z = 3x1 + 5x2 + 4x3 സബ്ജക്റ്റ് ടു ദ കൺസ്ട്രെയിൻസ്. ഓരോ കൺസ്ട്രെയിൻസ് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ 3 കൺസ്ട്രെയിൻസ് വരുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ ലാസ്റ്റ് 3 നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻസ് അവിടെ വരുന്നുണ്ട്. സോ കൺസ്ട്രെയിൻസ് എല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്ത് എഴുതിയാൽ മതി.